ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മഞ്ചാടിക്കുരുവിൽ വെച്ചിട്ട് എങ്ങനെയാണ് മാല സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ അതിലെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഹോൾസ് ഇടാമെന്നുള്ളത്. അപ്പോൾ അതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ഞാനിവിടെ ഹോളിട്ട് കുറച്ച് മഞ്ചാടിക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റിൻ്റെ അതായത് റെസിൻ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ഡ്രില്ലർ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഒരു ഡ്രില്ലർ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു മഞ്ചാടിയിൽ ഹോൾ ഇടുക എന്നുള്ളത്. അപ്പം ആ ഒരു കറക്റ്റ് സെൻറ്റർ പോർഷൻ പിടിച്ചിട്ട് വേണം നമ്മളത് ഹോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു മാക്രീം ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു മാക്രീം ത്രെഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതും ആമസോണിൽ നിന്നാണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ അത് ലിങ്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ ഹോൾ ഇടുക എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് അത്രയ്ക്ക് ക്ഷമയുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. പിന്നെ ഇത് കയ്യിലൊക്കെ കൊണ്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് വേദനയൊക്കെ എടുക്കും. അപ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ കുത്തിക്കയറും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് മാലകളും, ഇതൊരു നാച്ചുറൽ സീഡ്സ് ആണ്. അപ്പം ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത് നമ്മൾ മാലയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുമോ എന്നുള്ളത്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. കുറേ കാലം ഇത് കയ്യിലിരിക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴും എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു എൻക്വയറി വന്നായിരുന്നു. ആ ഒരു എൻക്വയറിയുടെ ബേസിലാണ് ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പം നമുക്കിത് കുട്ടികൾക്കൊന്നും അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ആ ഒരു റെഡ് കളറിലെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് പോയിസൺ ആയിട്ടുള്ളതെന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. എനിക്കറിയത്തില്ല. അപ്പം കുട്ടികളുടെയൊക്കെ എനിക്ക് ഓർഡറായിട്ട് വന്നപ്പോൾ ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുക. കുന്നിക്കുരുവിൻ്റെ ഒക്കെ ആണെങ്കിൽ കുന്നിക്കുരുവൊക്കെ ഹോളിടാൻ നല്ല പാടാണ്. കാരണം അത് കൊച്ചു കുരുവാണ്. പക്ഷെ അത് വെച്ചിട്ടുള്ള മാലകളൊക്കെ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കുന്നിക്കുരുവിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അതിൻ്റെ മണ്ടവശത്തെ ആ ഒരു റെഡ് കളർ എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര പോയിസൺ ആയിട്ടുള്ളതാണ്. അത് കുട്ടികൾക്കൊന്നും നമുക്കിങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെയാണ് ഞാനങ്ങനെ കണ്ടത്. അപ്പം വലിയവർക്കൊന്നും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു ഡോരി ജസ്റ്റ് ഒന്ന് ആ ഒരു മാക്രീം ത്രെഡ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാക്രീം ത്രെഡിൻ്റെ പല കളേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൂടുതലായിട്ടും ബ്ലാക്ക് ആൻഡ് റെഡ്, മെറൂണ് അങ്ങനത്തെ കളേഴ്സ്, ബ്ലൂ, റോയൽ ബ്ലൂ കളർ അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഓരോ കളേഴ്സ് ഇറക്കുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പം സെയിൽ നടക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പം നമ്മൾ ഡോരി നമ്മളിവിടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഡ്രില്ല് ചെയ്യുന്ന പോർഷൻ കാണിക്കുന്നില്ല, കാരണം അത് കുറേ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു സ്റ്റാൻഡോട് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആവുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് ടൈം എടുക്കും. ഇത്രയും സീഡ്സ് തന്നെ ഞാൻ ഡ്രില്ല് ചെയ്തെടുത്ത് തന്നെ 2-3 ദിവസത്തെ പണിയായിരുന്നു. അപ്പം ഇത് ഈ മാലയുടെ റേറ്റ് നമുക്ക് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ സീഡ്സിൻ്റെ റേറ്റ് അല്ല നമ്മൾ ഇടേണ്ടത്. നമ്മളെടുത്ത ആ ഒരു മാൻ വർക്കിൻ്റെ റേറ്റാണ്, അതായത് നമ്മളെടുത്ത ആ ഒരു വർക്കിൻ്റെ ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ അപ്പം ആ ഒരു എത്ര സീഡാണോ നമ്മൾ ഹോൾ ഇടാൻ വേണ്ടി എടുത്ത ആ ഒരു ടൈം അതൊക്കെ വെച്ചിട്ട് വേണം. അപ്പോൾ ഈ ഒരു മാലകളൊക്കെ വെബ്സൈറ്റിൽ റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര തിക്കായിട്ടുള്ള മാലകളൊക്കെ ആണെങ്കിൽ ഏകദേശം റേറ്റ് വരുന്നത് 3000-4000 ആ ഒരു റേറ്റാണ്. അപ്പോൾ ആ ഒരു റേറ്റിനൊക്കെ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വെളിയിലത്തെ വെബ്സൈറ്റാട്ടോ കൂടുതലായിട്ടും ഇത് ചെക്ക് ചെയ്തപ്പോൾ അവിടുത്തെ വെബ്സൈറ്റിലാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ മാലകൾ കണ്ടിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കംബോഡിയ പോലുള്ള പ്ലേസുകളിലൊക്കെ ആണെങ്കിൽ ഇത് ഹോളിട്ടും ബീഡ്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പക്ഷേ ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് മഞ്ചാടിക്കുരു അവൈലബിൾ ആണ്, പക്ഷേ ഹോളിട്ട് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പം അത് കുറച്ച് നല്ലപോലെ നമുക്ക് ക്ഷമയുള്ളവർക്ക് മാത്രമേ അത് ചെയ്തെടുക്കുക. ഹോളിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പം നമ്മുടെ ആ ഒരു തിങ്കിങ് ലെവലും ആ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു മാല നമുക്ക് ഇറഗുലറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം. കാരണം നമ്മൾ ഹോൾ ഇടുമ്പോൾ ഈ മഞ്ചാടിക്കുരുവിലാണെങ്കിൽ ഇതിനകത്തൊരു പരിപ്പുണ്ട്. ആ പരിപ്പ് ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് ഡ്രില്ല് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡ്രില്ലിംഗ് ആണ് എനിക്ക് കുറച്ചുകൂടെ നല്ല ഓപ്ഷനായിട്ട് തോന്നിയത്. നമ്മൾ നീഡിൽ വെച്ചൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ എല്ലാവർക്കും ഇപ്പോൾ കുറവാണല്ലോ. ബട്ട് ഡ്രില്ലിങ്ങിനാണെങ്കിലും ക്ഷമ അത്യാവശ്യം വേണം. പിന്നെ ഗിയർ വെയറിൻ്റെ സൈസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈസ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഈ ഒരു സൈസ് കുറച്ച് തിക്നെസ് കുറവായിരുന്നു. ഞാൻ നേരത്തെ വാങ്ങിക്കുന്നത് എനിക്കൊന്ന് 4 ആയിരിക്കാം. സാധാരണ ഈ കമ്പിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു 0.4 0.3 എന്നൊക്കെ. ഇതിൻ്റെ പക്ഷേ അങ്ങനെയൊന്നും എഴുതിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഗിയർ വെയർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. കട്ടിയുള്ളത് യൂസ് ചെയ്യും, കട്ടിയില്ലാത്തത് യൂസ് ചെയ്യും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ആ ഒരു പെൻഡൻ്റാണ് വെച്ചത്. ഇതൊക്കെ നമുക്ക് സാധാരണ ജ്വല്ലറി മേക്കിംഗ് റോ മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിന് അത്യാവശ്യം റേറ്റ് കൂടുതലാട്ടോ. അതിപ്പം ഹെയർ അക്സസറിയെക്കാട്ടിലും റേറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അവരവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ കഴിവിനും അവരവർ കണ്ടുപിടിക്കുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡോരിയിലോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം റേറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ. നമ്മൾ ഒരുപാട് ചീപ്പ് റേറ്റിൽ കൊടുക്കരുത്, അത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് എടുക്കുന്ന ആ ഒരു സമയം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മഞ്ചാടിയുടെ വർക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ, ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളാവും. കാരണം ഇത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും ഹെൽപ്പ് ചെയ്തത് കൊണ്ട് നമുക്കിതിന് അത്രയും പ്രശ്നം വരത്തില്ല. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ അടിയിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ മഞ്ചാടിക്കുരു വെച്ചിട്ട് ഗുങ്കുരൂസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഹോളിട്ട് ഇവിടങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കംബോഡിയ, ക്യൂബ അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെ ഇത് ഒരുപാട് പേര് ബീഡ്സായിട്ട് സ്ട്രിങ് ആയിട്ട് ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ കുറച്ച് നാച്ചുറൽ സീഡ്സ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റാണ്. നിങ്ങളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. ഒരു മാലയുടെ റേറ്റ് തന്നെ $33, അത് ഇന്ത്യൻ റുപ്പിയൊക്കെ വരുമ്പോഴത്തേക്ക് 3000-നൊക്കെ അടുപ്പിച്ചൊക്കെയാണ് വരുന്നത് ഒരു മാലയുടെ റേറ്റ് തന്നെ. അതായത് $10, $20 അങ്ങനെയൊക്കെ പറഞ്ഞാണ് മാലയുടെ റേറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനത്തെ മാലകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കായിട്ട് ഞാനിതങ്ങനെ, കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാനിതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് ചെറിയൊരു പേടിയുള്ളതുകൊണ്ട്. പിന്നെ നമ്മളിത് പാക്ക് ചെയ്ത് അയക്കുമ്പോഴും അതുപോലെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ട് വേണം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം, നമ്മൾ കടിക്കാനൊന്നും പാടില്ല. കാരണം നാച്ചുറൽ സീഡ്സ് ആയതുകൊണ്ടാട്ടോ, വായിലൊന്നും വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ എഴുതി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൂടുതലും അങ്ങനെ എഴുതി കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുമുണ്ട്. കൂടുതൽ ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ആ ഒരു ദൗത്യം നമ്മളങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇതിനോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുവാണെങ്കിലും നമുക്ക് നല്ലപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു, ബൈ.